ഇത് കണ്ട, അമ്പിളിക്ക് ഞാൻ ആദ്യത്തെ കൊല്ലം വാങ്ങിയ അഡ്യല്, രണ്ടാമത്തെ കൊല്ലം വാങ്ങിയ കാശുമാല, കല്ലു പതിച്ച റിസ്റ്റ് വാച്ച്, രത്നങ്ങൾ പതിച്ച വളകള്, നെക്ലസ്, ഒട്ടിയാനം, കാഞ്ചീപുരം പട്ടുസാരി. കല്യാണത്തിന് കൊടുക്കാനാ. കാഴ്ച ബംഗ്ലാവിൽ സൂക്ഷിക്കണ പോലെ സൂക്ഷിച്ചാ മതിയോ? അവൾ അറിയണ്ടേടാ. അറിയിക്കണം. അതിനുള്ള സമയായി. അവളും അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരിക്കും. MLA പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? അമ്പിളിയുടെ ജ്ഞാനവും കർമ്മശേഷിയും അപ്പൂട്ടന്റെ ശക്തിയും ഒത്തുചേർന്ന്, അതായത് ഞങ്ങൾ ഒന്നുചേർന്ന് സ്ഥാപനം പുണ്യാശ്രമമാവുന്നു. അപ്പൊ അമ്പിളിയുടെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എടാ, മനസ്സിനകത്തിട്ട് ഇങ്ങനെ പുഴുങ്ങാൻ തുടങ്ങിയിട്ട് കൊല്ലം 5 ആയില്ലേ? അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എങ്ങനെ അറിയും? അത് അവള് പറഞ്ഞു കഴിഞ്ഞില്ലേ, ഞാൻ ദൈവമാണെന്ന്. ദൈവവും കാമുകനും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാം എല്ലാമാണെന്ന് പറഞ്ഞതോ? അത് സ്വന്തം അച്ഛനെ പോലെയാണെന്ന് സങ്കല്പിച്ച് പറഞ്ഞായിക്കൂടെ? അപ്പോ അന്ന് നിങ്ങളൊക്കെയല്ലേ പറഞ്ഞത് അവൾക്ക് എന്നോട് സ്നേഹമാണെന്ന്? അതന്ന്. ഇന്നങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. നിങ്ങളൊക്കെ ഹൃദയമില്ലാത്തവരാ. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. അറിയാ. 4 പെഗ് അടിച്ചിരുന്ന നീ ഇപ്പൊ ഫുൾ ബോട്ടിൽ അടിച്ചാലും പൂസാവണില്ല. കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. ഇതൊക്കെ തമാശ വേണ്ടാവും, സീരിയസാ. മതിയെ കളിച്ചത്. അവൾ അപ്പൂട്ടുന്ന പെണ്ണ. അവൾക്ക് എന്നോട് സ്നേഹമാ. ഉടനെ ഞങ്ങളുടെ കല്യാണമാ. അതിന് നീ ഞങ്ങളോട് രക്ഷപ്പെട്ടിട്ട് എന്താ കാര്യം? അപ്പൂട്ടാ, ബ്രോക്കർ ആയിരുന്നപ്പോ പല സൈസ് പെണ്ണുങ്ങളുമായി ഇടപഴകിയ ആളായതുകൊണ്ട് സ്ത്രീകളുടെ മനഃശാസ്ത്രം എനിക്കറിയാം. അമ്പിളി എന്ന് വെറും അമ്പിളിയല്ല, ഡോക്ടർ അമ്പിളിയാ. പദവി സ്ഥാനവും മാറുന്നതനുസരിച്ച് പെണ്ണിന്റെ മനസ്സിനും മാറ്റം വരാം. ശരിയാ. മനഃശാസ്ത്രത്തിൽ അതിനെ എൻകോമാനിയാക്ക എന്ന് പറയും. ഏതക്കനായാലും ശരി, ഇനി ഇതധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നിന്റെ ആഗ്രഹം അമ്പിളിയോട് തുറന്നു പറയണം. നമ്മൾ അതിനെ പിന്താങ്ങുന്നു. എങ്കിൽ നാളെ തന്നെ ഞാനിത് അമ്പിളിയോട് പറഞ്ഞിരിക്കും. ഉറപ്പ്? ഉറപ്പ്. അപ്പൂട്ടന്റെ രോഗം മാറിയില്ലേ? എന്റെ രോഗം മാറണമെങ്കിൽ അമ്പിളി വിചാരിക്കണം. അപ്പൂട്ടാ, ഒരുപാട് പേര് കാത്തു നിൽക്കുന്നു. നിക്കട്ടെ, എന്റെ ആശുപത്രിയല്ലേ, കാത്തു നിൽക്കട്ടെ. അമ്പിളിക്ക് എന്നെ കഴിഞ്ഞല്ലേ ഉള്ളൂ എല്ലാവരും. അപ്പൂട്ടന് എന്താ വേണ്ടത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്പിളി, എന്താന്ന് വെച്ചാ പറ അപ്പൂട്ടാ. രോഗികളെ വലയ്ക്കരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്നെ വലയ്ക്കരുത്. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ. എത്രയും പെട്ടെന്ന് ഇത് നടത്തണം. എന്ത് നടത്തണം? നമ്മുടെ കല്യാണം. അമ്പിളിക്ക് ഇഷ്ടമാണെന്നറിയാം. എന്നാലും അതല്ലല്ലോ അതിന്റെ മര്യാദ. അമ്പിളി ഒന്ന് മൂളിയാ മതി. മുഹൂർത്തം കുറച്ച് പന്തല് കേട്ടാം. ചെലവൊക്കെ ഞാൻ വഹിച്ചോളാം. എന്താ അമ്പിളി? അപ്പൂട്ടാ, എന്റെ കല്യാണമൊക്കെ എന്നേ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടറാ. മിടുക്കൻ, കാണാനും മോശമല്ല, നല്ല സ്വഭാവം. പിന്നെ രണ്ടുപേരും ഡോക്ടറാണെന്നല്ലേ ചേർച്ച. അതല്ലേ അപ്പൂട്ട നല്ലത്? ശ്വാസം വലിച്ചുവിടും. എഴുന്നേക്ക്. എണീക്കാൻ. എണീക്കണ പുല്ലേ. അപ്പൂട്ട എന്താ ഇത്? എന്താടാ നിനക്ക് അസുഖം? നെഞ്ചുവേദന. ആഹാ, വേറെ എവിടെ നിനക്ക് വേദനയില്ലേ? ഈ വക കേസൊക്കെ അങ്ങ് സർക്കാർ ആശുപത്രി കാണിച്ചാൽ മതി. പോടാ, പോ 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 ഓടാ. അപ്പൂട്ടൻ എന്താ ഈ കാണിച്ചേ? പിന്നെ ഈ ചെറുപ്പക്കാരെ തൊട്ടും പിടിച്ചുള്ള ചികിത്സയൊന്നും പാടില്ല അമ്പിളി. കാലസ്ഥിതി വളരെ മോശ. അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റുമോ? ഞാനൊരു ഡോക്ടറാ. ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും പെണ്ണാണോ സൂക്ഷിക്കണം. അവന്റെ മുഖം കണ്ടാൽ അറിയില്ല അവനൊരു അസുഖമില്ലെന്ന്. പിന്നെന്താ, ചെറുപ്പക്കാരിയായ ഡോക്ടറല്ലേ, ഒന്ന് തൊടുക പിടിക്കുക, ഒരു രസം അത്ര തന്നെ. കൊല്ലും ഞാൻ. ഇക്കണക്കിന് അപ്പൂട്ടനൊരു വിവാഹം കഴിച്ചാ ഭാര്യയെ പർദ്ദയിട്ട് നടത്തിക്കുമല്ലോ. ആ, ആവശ്യം തോന്നിയാ അതും ചെയ്യും. അപ്പൂട്ടൻ ഇത്രയ്ക്ക് ശുദ്ധഗതിക്കാരനായി പോയല്ലോ. ആ, പേഷ്യൻസ് ഒരുപാട് നിൽക്കുന്നു. ഞാൻ അവരെ നോക്കട്ടെ. അല്ല, എനിക്ക് അമ്പിളിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴോ? എന്നാ പറഞ്ഞോളൂ. ഡോക്ടർ, ആ ട്രിപ്പ് കൊടുത്ത പേഷ്യന്റ് ഷിവറിങ്ങാ. സോറി ട്ടോ. ഓ, ഒരു മുടിഞ്ഞ ഷുഗറി. കേട്ടോ. ഓ, പൊറോട്ട മട്ടൻ റെഡിയായോ? ഓക്കെ, റെഡിയായി മക്കളെ. ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. വാ വാ, എല്ലാം എടുത്തോ, ഇപ്പൊ വരാം. ചെല്ല് ചെല്ല്. ഇന്ന് അഹമ്മദ് കുട്ടിയുടെ മോളെ പച്ചക്കിളി വന്നില്ലേ സരോണി ചേച്ചി? എനിക്കറിയില്ല. നല്ല ബ്ലൗസാ. ഒന്ന് പോകുന്നുണ്ടോ? ഓ, ചേച്ചി വലിയ ദേഷ്യത്തില. വാടേ.
നമുക്കൊന്ന് കാണണം. എല്ലായിടത്തും പുരോഗമനവും കാര്യങ്ങളും ഒക്കെ ആയി. താമരക്കുളത്ത് മാത്രം ഇതാ പരിഷ്കാരം. ഈ കട ഇവിടെ നിന്ന് മാറ്റിയാലോ? ചമ്മിയല്ലേ പൊറോട്ടയും മട്ടൻ കഴിക്കുമ്പോ അത് മാറും. എന്റെ കടയിൽ അങ്ങനെ പലരും വരും. അവര് നമ്പ്യാരുടെ ആൾക്കാരാ, എനിക്ക് പിണക്കാൻ പറ്റില്ല. നമ്പ്യാരുടെ കാശ് കൊണ്ട് തുടങ്ങിയതാ. അതൊന്നുമല്ല, അപ്പൂട്ടിനെ പറ്റിച്ച പണ. എന്താണ് പറഞ്ഞത്? നോത്തേ. അവളൊന്നും പറഞ്ഞില്ല. പറ്റുമെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മനസ്സില്ല, എനിക്ക് അവരെ വേണമടി. നിന്റെ പശുക്കറ നിർത്തിച്ചതും തയ്യക്കടയിലെ പണി വേണ്ടാന്ന് വെപ്പിച്ചതും ഈ വീട് വാടകയ്ക്ക് എടുത്തതൊക്കെ ആ നമ്പ്യാരുടെ പണം കൊണ്ടാ. അയാളെ വെറുപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ആഹാ, നീ ഒരുപാട് അധ്വാനിക്കുന്നു എന്ന് കേട്ടു. ആർക്കാരും വേണ്ടി പണി എടുത്തിട്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ കാര്യം കൂടെ നോക്കണം. ഞാൻ കഷ്ടപ്പെടുന്നത് ആർക്കാനും വേണ്ടിയല്ലല്ലോ, ആസ്പത്രിക്ക് വേണ്ടിയല്ലേ, അപ്പൂട്ടിന് വേണ്ടിയല്ലേ. ആ കടപ്പാട് മറക്കാൻ പറ്റുമോ? നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അവൻ ആശുപത്രി കെട്ടി. ഡോക്ടർ ഇല്ലാതെ ആശുപത്രിയാവൂ? അങ്ങനെ രാവുണ്ണിയുടെ മോളെ വെച്ച് അവൻ കാശുണ്ടാക്കണ്ട. കടന്നു വന്ന വഴി എനിക്ക് മറക്കാൻ കഴിയില്ല. അതാ എനിക്കും പറയാനുള്ളത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടവരാ. പട്ടച്ചാരായത്തിൽ നിന്ന് ഞാൻ ഇന്ന് സ്കോച്ച് വരെ എത്തി. വീണ്ടും ചാരായത്തിൽ എത്തിക്കരുത്. ഒരുത്തിയും കൂടെ ഉണ്ട്, ആ ഓർമ്മയുണ്ടാവണം. നന്ദി കേടാ അമ്മ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കല്ലേ. എന്താ അമ്മ ഇത്? അപ്പൂട്ടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണത് നെറികേടല്ലേ? എന്താ അച്ഛന്റെ ഉദ്ദേശം? അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പൂട്ടിനെ മറന്നാ ദൈവം പൊറുക്കൂല, അതമ്മയ്ക്കറിയാം. പക്ഷെ നിങ്ങളുടെ അച്ഛൻ, അയാളെ എനിക്ക് പേടിയാ. എതിർക്കാനുള്ള ശക്തി അമ്മയ്ക്കില്ല മക്കളെ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ മുടിയിൽ ചൂടാൻ. നിങ്ങൾ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണോ? പാടത്ത് പണി എങ്ങനെ നടക്കണമെന്നറിയോ? ഇവിടെ എങ്ങനെ നിന്നാ മതിയോ? നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്നുള്ള വാശി ആദ്യം കളയെ. എല്ലായിടത്തും എന്റെ കണ്ണെത്തിന്ന് വരില്ല. എനിക്ക് 100 കൂട്ടം പണികളല്ലേ. മണിയാ, നീ പോയി മേലാമുറി എന്നുള്ള വാടക പിരിക്ക്. പക്കച്ചമയം പാടത്തേക്കല്ലേ, ഇന്ന് മരുന്ന് തെളിക്കുന്ന ദിവസമല്ലേ. വേഗം ചെല്ലെ. ഇക്ക പോയി തെങ്ങിന് തട എടുപ്പിക്ക്. നമ്മളെ പണി നമ്മൾ ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലോ, അത് മതി. ദൈവമേ, മണി 10. ഉയ്യോ, ഞാൻ പോട്ടെ. നീ എവിടേക്കാ പോകുന്നത്? ആസ്പത്രിക്ക്. നീ എപ്പോൾ ആസ്പത്രി പോയി ആരാധിക്കല്ലേ? എന്താണ്ടെന്ന് എന്റെ ഭാവം? ഇന്ന് 2-1 ചോദിക്കാൻ പോവാ. നീ ചോദിക്കാൻ തുടങ്ങിയിട്ട് മാസം 1.5 കഴിഞ്ഞല്ലോടാ. ഒരു പെണ്ണിന്റെ അടുത്ത് കല്യാണക്കാര്യം പറയുന്നത് പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ അത്രയ്ക്ക് ടെൻഷനാ. നേരെ ഒത്തുവരണ്ടേ? അമ്പിളിക്ക് ശ്വാസം വിടാൻ സമയമില്ല. അയ്യോ, എന്നാ ക്ഷീണം മാറാത്തിന് ഹോർലിക്സ് മേടിച്ചു കൊടുക്കടാ. അവൾക്ക് വേണ്ടി ഹോർലിക്സ് അല്ല, ഹോർലിക്സ് കമ്പനി ഹോൾസെയിൽ എടുക്കും. ഇന്ന് ചോദിക്കും, ഉറപ്പ്. അപ്പുട്ടാ, ഇപ്പം പ്രശ്നം അതല്ല. കവലയിൽ ആകെ കുഴപ്പമാ. ആ നമ്പ്യാരുടെ ഗുണ്ടകൾ കിടന്ന് വിലസുക, പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പുട്ടൻ ജീവിച്ചിരിപ്പില്ലേന്നാ നാട്ടുകാർ ചോദിക്കുന്നത്. ചെന്ന് പറ, അപ്പുട്ടനിപ്പോ തീരെ സമയമില്ല, അവനൊരു പെണ്ണിന്റെ പുറകെയാന്ന്. അപ്പൂട്ടാ, താമരക്കുളത്തേക്ക് നിന്നെ വേണം. നിന്റെ ബലത്തിലാ ഞങ്ങള്. നാച്ചിക്കരുത്. അപ്പൂട്ടാ, ഒരു പ്രശ്നമുണ്ട്. അപ്പൂട്ടൻ കവല വരെ വന്നേ പറ്റൂ. ആ രാവുണ്ണിയുടെ കുട്ടികൾ പെൺകുട്ടികളെ കോളേജിൽ പോകാൻ സമ്മതിക്കില്ല. അമ്മ കുട്ടിയൊക്കെ മോളെ ഇനി പറയാൻ ബാക്കിയില്ല. ആ കുട്ടി അവിടെ നിലവിളിക്കുക. അപ്പൂട്ടാ, വണ്ടിക്കത്. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ താമര മൊട്ടായിരുന്നു നീ, ഒരു താമര മൊട്ടായിരുന്നു നീ. പ്രായത്തിൽ കണ്ടില്ലേ, രാവുണ്ണിയുടെ പിൻബലത്തിൽ അവന്മാര് വിളയുന്നത്. ഇതുവരെ പൂരപ്പാട്ട് കമന്റടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കയ്യേറ്റം തുടങ്ങി. രാവുണ്ണിയേട്ടാ, കൂട്ടുകാരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടൂടെ? അവര് കോഴിക്കാടന്റെ ആളുകളാ, ഞാൻ പറഞ്ഞ അനുസരിക്കൂല. അപ്പൂട്ടനൊന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കാം. മണിയാ, സോഡ. നമ്മുടെ ഡോക്ടർ അപ്പൂട്ടനല്ലേ ഈ വരുന്നത്? ചോദിച്ചാ എന്തും കൊടുക്കുന്ന ആളാ. ഡോക്ടറെ, ഞങ്ങൾക്ക് ഇരുന്ന് റമ്മി കളിക്കാനും തുള്ളി വാട്ടീസ് അടിക്കാനും ഇത്തിരി സ്ഥലം തരുമോ? താമരക്കുളത്ത് തന്നെ വേണോടാ മക്കളെ നിന്റെയൊക്കെ അഭ്യാസം. താമരക്കുളം നിന്റെ തന്തയുടെ വകയാണോ?
ചൂട് ചായ. അയ്യോ മണിയാ, അയ്യോ നിന്റെ നെറ്റി ചോര. ഓ, ആസ്പത്രിയിലേക്ക് പോകാൻ ഒരു കാരണമായി. അയ്യോ, എന്റെ തല കറങ്ങുന്ന പോലെ ഞാനിപ്പോ ബോധം കെട്ട് വീഴേ. അയ്യോ അയ്യോ, അപ്പോഴെന്താ എന്താ പറ്റിയത്? ഒന്നുമില്ല, ഒരു ബോധക്ഷയമില്ലായ്മ. ബോധക്കേട് വരാനുള്ള അടിയൊന്നും ഇവന് കിട്ടിയിട്ടില്ലല്ലോ. ഇവൻ അവർക്കിട്ടല്ലേ ചാർത്തിയത്? ചിലപ്പോ മർമ്മത്ത് അടി കിട്ടിയിട്ടുണ്ടാവും. ജീപ്പ് എടുക്ക്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാ. വേണ്ട, അപ്പൂട്ടൻസ് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയാ മതി. ബോധമില്ലാത്ത രോഗി ഇന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാം. ഡോക്ടറെ, ഡോക്ടറെ, അപ്പുട്ടൻ തലയേറ്റ് വീണു. വെറും തലചുറ്റിലല്ലടാ പുല്ലേ. അപ്പം ബോധമുണ്ട്. ഇല്ല, എന്റെ ബോധം കംപ്ലീറ്റ് നശിച്ചിരിക്കുക. എന്നാലും മനസ്സിലുള്ളത് പറയണമല്ലോ. എനിക്ക് ഒരുപാട് ഇടി കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ചയെങ്കിലും ഇവിടെ കിടത്താൻ പറയണം. ഡോക്ടറെ, അയ്യോ, എന്താ അയ്യോ, അപ്പൂട്ടൻ എന്ത് പറ്റി? ഇങ്ങോട്ട് കിടത്ത്. എന്താ ഉണ്ടായത്? അയ്യോ. കവലയിൽ തല്ലുണ്ടായി. അപ്പുട്ടൻ ഒരു തടിയും കൊണ്ട ഭിത്തിയിൽ ചേർത്ത് നിർത്തി 10-20 ഇടി ഇടിച്ചു. അപ്പുട്ടന്റെ തലച്ചോറിനകത്ത് സ്റ്റാംപ്ലിക്കേഷൻ പോയി കിടക്കാം. നെഞ്ചിനും സാരമായ ഇടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കിഡ്നിക്ക് വല്ല തകരാറ് സംഭവിക്കുമോ ഡോക്ടർ? ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്തവന്റെ ചങ്കിടിച്ച് കലക്കി കളഞ്ഞില്ലേ? ഞങ്ങളുടെ അപ്പുട്ടൻ തട്ടി പോവോ ഡോക്ടർ? ശ്ശോ. ആ ശബ്ദം ഉണ്ടാക്കുന്നവരോട് പുറത്തു പോവാൻ പറയോ? എല്ലാവരും ഒന്ന് പുറത്തു പോണം, പ്ലീസ്. പോണം. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ പുറത്തു വാ. എല്ലാവരും പോയെങ്കിൽ പരിശോധിച്ചോളൂ. അയ്യോ, നെറ്റിയിൽ മാത്രമല്ല നെഞ്ചിലുണ്ട് വേദന. ഡോക്ടർ. ഞാൻ അമ്പിളിയാ. അമ്പിളിയോ? ഓ, അമ്പിളിയമ്മ. അവൻ ആകാശത്ത് ഉദിച്ചു ഉയർന്നു നിൽക്കുന്നു. 1000 നക്ഷത്രങ്ങൾ പൂത്തിരിവട്ടം പരത്തുന്നു. ആഹാ. എന്താ അപ്പൂട്ടാ ഇത്? അപ്പൂട്ടൻസ് ക്ലിനിക്. ഞാൻ അപ്പൂട്ടൻ 2,80,110 രൂപ ചെലവാക്കി പഠിപ്പിച്ച. തെറ്റ്. 2,80,112 രൂപ. അപ്പൊ ബോധമുണ്ടല്ലേ? എന്നാലും സീരിയസാ. ഒരു മാസമെങ്കിലും കിടക്കേണ്ടി വരില്ലേ ഡോക്ടർ? വളരെ ചെറിയ മുറിവാ. വെറും 10 മിനിറ്റ് കിടന്നാ മതി. എടാ പൂട്ട, നീ എന്റെ ആൾക്കാരെ തല്ലി ഓടിച്ചു. നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്നും എനിക്കറിയാം. നീ കള്ളനാണെങ്കിൽ ഞാൻ പെരുങ്കള്ളനാടാ ചെറ്റേ. കോഴിക്കാടാ. ഞാൻ ആഹാരം കഴിക്കുന്നത് വായിക്കൂടാ. ആസനത്തിലൂടെ അന്നമറക്കുന്ന നീ എന്തിനാടാ എന്റെ ആശുപത്രിയിൽ വന്നത്? തെണ്ടി. എടാ എമ്പോക്കി, ഞാൻ കോണവും എടുത്ത് നടക്കുന്ന കാലത്ത് നീ ഉണ്ടായിട്ടില്ല. എന്നോടാണോ നീ? ഇനിയും നിന്നെ വേഷത്തിൽ എന്നടത്തിക്ക. അപ്പൊ എന്റെ അരയില് പുളിയിലക്കര മുണ്ടായിരിക്കൂടാ പുല്ലേ. എടാ നിന്നെ ഞാൻ അപ്പൂട്ട, ശരീരം നോക്കണം. എന്തുണ്ടെങ്കിലും നമ്പ്യാരെ അറിയിക്കണം. ഞാനുണ്ട് കൂടെ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്നാ പോട്ടെ മോനെ. ഓ, ശരി ശരി ശരി. രാമൻകുട്ടിയെ, കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സാമാന്യം തെറ്റില്ലാതെ പോകുന്നു. അയ്യോ ജൗന്യത, വൈകുന്നേരം അപ്പൂട്ടന് കണക്ക് കൊടുക്കേണ്ടതാ. വിട്. എന്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ആരെയാണ് കണക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തുന്നത്? ഇങ്ങോട്ട് തരുന്നുണ്ടോ? വിടാൻ. ഇത് രാവുണ്ണിക്ക് തയ്ക്കുന്ന കാശാ. പോടാ. പോകാവോടോ? പോവാം. അപ്പൂട്ടനെപ്പോ നോക്കിയാൽ ആശുപത്രിയിലാണല്ലോ. അതത്ര ശരിയല്ല, എനിക്കിഷ്ടമല്ല. എന്തായിരുന്നു അച്യുതൻ നമ്പ്യാരുമായ ഒരു വർത്തമാനം? ഒരു കുശലാന്വേഷണം. ഞാനും നമ്പ്യാരും വലിയ സുഹൃത്തുക്കളാ. ആ, ക്ഷേമാന്വേഷണം കുറച്ചൊക്കെ ഞാനും കേട്ടു. ഇപ്പൊ വേദനയുണ്ടോ? ഏയ്, അയ്യോ, ഭയങ്കര വേദനയാ. ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കിടക്കേണ്ടി വരുമല്ലേ? അത് നിശ്ചയിക്കേണ്ടത് രോഗിയില്ലല്ലോ. ഇപ്പൊ അപ്പൂട്ടന് ഒരു കുഴപ്പമില്ല. എന്തിനാ ഇങ്ങനെ വഴക്കം തല്ലൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ ആരോടും വഴക്കം തല്ലൊന്നും ഉണ്ടാക്കാറില്ല. ഇങ്ങോട്ട് വന്ന എന്താ ചെയ്യാ? അതൊക്കെ നിർത്തണം. അപ്പൂട്ടൻ ഒരു കുടുംബജീവിതം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇനി അതങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നീട്ടരുതെന്നാ ഞാനും പറയുന്നേ. എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലും ദോഷങ്ങളെ സമൂഹം ശ്രദ്ധിക്കൂ. എത്ര സ്വത്തുണ്ടായാലും കുടിയും തല്ലുമൊക്കെ ഉണ്ടെന്ന് കേട്ടാ ഏത് പെൺകുട്ടി ഒന്ന് അറയ്ക്കും.
അതുകൊണ്ടാ ജീവിതം ഇങ്ങനെ വൈകുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാ അപ്പോട്ടിന് അനുസരിക്കോ? ഉം. എന്നാ എനിക്ക് വാക്ക് തരണം. ഉം. ഇനി കുടിക്കാനും തല്ലുകൂടാനും പോവരുത്. ആ, പോവൂ. ഇല്ല. സത്യം? സത്യം.